ഹലോ. നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ മോന്റെ പേര്? അനിരുദ്ധ്. ഏത് സ്റ്റാൻഡേർഡിലാണ്? 5. എത്ര മുൻപ് എടുത്തിട്ടുണ്ടോ ഇങ്ങനെ? ഇതിപ്പോ എത്രാമത്തെ തവണയാണ്? മൂന്നാമത്തെ. എല്ലാ തവണയും ഇങ്ങനെ വേഷം എടുക്കുമ്പോഴേ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ല. ഇത്തവണ എന്താ പ്രാർത്ഥന? നന്നായി പഠിക്കണം. ആരൊക്കെ ഉണ്ട് കൂടെ? ആരാ ഇങ്ങനെ വേഷത്തിൽ ഇത്ര നന്നായി ഒരുക്കി തന്നേക്കാ? അമ്മയുടെ കൂട്ടുകാരി. പിന്നെ ഇങ്ങനെ വേഷത്തിൽ ഇങ്ങനെ ഒരുങ്ങി വന്നു നിന്നും ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അതൊക്കെ അറിയുമോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ? ഇങ്ങനെ വേഷം എല്ലാ തവണ ഇങ്ങനെ എടുക്കാൻ വരുമ്പോൾ മനസ്സിലെ പ്രാർത്ഥനകളൊക്കെ ദേവി സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പേര് വേനു. ഞാൻ കടവൂര്. എന്താ ഇതിന്റെ പിന്നിലുള്ളൊരു നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല, അമ്മയൊക്കെ പറഞ്ഞ് എടുക്കാൻ എടുക്കുന്നു. ഇതെങ്ങനെയാ ഒരിക്കൽ കൂട്ടുകാർ ഫ്രണ്ടാ ഒരുക്കി തന്നു. ബ്യൂട്ടീഷ്യനാണ് ഞാൻ അവനെ ഒരുക്കുന്നു. ആ രണ്ടോട്ടം എടുത്തിട്ടുണ്ട് കൊച്ചില്. അങ്ങനെ എടുത്തു. അങ്ങനെ ഉണ്ട്, കേൾക്കത്തില്ല. ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല, കളിയാക്കുന്നുള്ളത് ഇവിടെ അതല്ല. ഇല്ലില്ല, അങ്ങനൊന്നും ഇല്ല. ഇല്ല, അങ്ങനൊന്നും ഇല്ല. എൻ്റെ പേര് ധേനു. ഞാൻ വർക്ക് ചെയ്യുക. ഇപ്പം നിൽക്കുക, അതിന് പുറത്ത് വന്നതിന് നിൽക്കുക. കൊല്ലത്തുനിന്ന് ഇതിപ്പോ രണ്ടാമത്തെ കൊല്ലം. ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു ചേട്ടൻ വഴി ഇവിടെ വന്ന് ഇപ്പോൾ രാവിലെ 6 മണിക്ക് വന്ന് ഒരു 7 മണിയായി ഒരുങ്ങി തീർന്നപ്പോഴത്തേക്ക്. ഇപ്പം 3 വട്ടം വരം വെച്ച് കഴിഞ്ഞ് കുറച്ചേരം നിൽക്കുക, പോവുക. പേര് കണ്ണൻ. ബെജിൻ. 1.5 മണിക്കൂർ എടുത്തുള്ളൂ. വൈഫിൻ്റെ കൂട്ടുകാരിയാണ് അവർ. ഇല്ല, ഞാൻ അമ്പലത്തിൽ വരുന്നത് ആദ്യമാണ്. വിളക്കെടുക്കാനാണ് ആദ്യമായിട്ട് വരുന്നത്. നല്ല അനുഭവമാണ്. അറിയാം, മുമ്പേ അറിയാം. വരാൻ പറ്റിയിട്ടില്ല, ഇപ്പം ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല വൈബാണ്, പോസിറ്റീവാണ്, നല്ല പോസിറ്റീവാണ്. എടുക്കും, കറക്റ്റായിട്ട് എടുക്കും. അടുത്ത വർഷം എടുക്കും. എറണാകുളം. മുൻപ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഇതെങ്ങനെയാ ഇവിടെ ഈ സ്ഥലത്തെ പറ്റിയും ഈ ഒരു ആചാരത്തെ പറ്റിയൊക്കെ അറിയുന്നത്? അത് കൂട്ടുകാർ പറഞ്ഞു. ഈ വേഷം ഒരുങ്ങാനൊക്കെ എങ്ങനെയാ സംവിധാനം? സാധനങ്ങൾ വാടകയ്ക്ക് എടുത്ത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വിളക്കെടുത്തപ്പം തോന്നി, മനസ്സിൽ തോന്നിയ? നല്ലത് തോന്നി. ഭക്തജനങ്ങൾ 100 രൂപയുടെ സംഭാവന കൂപ്പൺ എടുക്കുന്നതാണ്. രാഷ്ട്രങ്ങൾക്ക് സ്ഥാനവും അനുവദിക്കുന്നത്.
പന്മനാശ്രമത്തിൻ്റെ ഇങ്ങനെ വിളക്കെടുക്കാനുള്ള ഒരു തീരുമാനം? ഇതിപ്പോൾ മോൻ്റെ 3ാമത്തെ പ്രാവശ്യത്തെ വിളക്കാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം എല്ലാം സാധിച്ചു തരും എല്ലാ പ്രാവശ്യം. അവൻ്റെ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യങ്ങളും സ്വപ്നം കണ്ടാണ് നമ്മൾ ഈ വിളക്കെടുക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം തരാറുണ്ട്. തീർച്ചയായിട്ടും തയ്യാറായിരുന്നു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം മോന് ഭയങ്കര സന്തോഷവും ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെയാണ് വിളക്കെടുക്കുന്നത്. ജഗന്നാഥ്. ഇപ്പം 3ാമത്തെ തവണ അച്ഛൻ പറഞ്ഞു ഓരോ തവണ വിളക്കെടുക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങളൊക്കെ ഇല്ല, അതെന്തൊക്കെയാണ് ഇത്തവണ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞത്? എനിക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിൽ എൻ്റെ മാർക്കും എൻ്റെ റിസൾട്ട് 30-ാം തീയതി വരും. അന്നേരം അതിനെക്കുറിച്ച് ഞാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് 6ാം ക്ലാസ്സിലേക്ക് കയറണം. അതാണ് ഇത്. അമ്മ. അപ്പം അമ്മ ഇങ്ങനെ ഒരുക്കി തന്ന സമയത്ത് മോൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു വേഷങ്ങൾ? സന്തോഷമാണോ? സന്തോഷം. പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ വർഷം എടുക്കും തോറും നമുക്ക് അടുത്ത വർഷം എടുക്കാൻ വീണ്ടും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ആ ആഗ്രഹം ഉണ്ടാവും. അപ്പം ദൈവം നമ്മുടെ മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് സാധിച്ചു തരും, നമുക്ക് തരാറുണ്ട്. ആ വിശ്വാസമാണ്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് ആ ഇത് എടുക്കാനുള്ള ഒരു ഊർജ്ജം. ശ്രീലക്ഷ്മി, ജഗന്നാഥ്, വിനീഷ്. സീരിയൽ, ആൽബം
മേക്കപ്പ് ഇതെങ്ങനെയാണ് മേക്കപ്പ് ഇത് ഇവരെല്ലാം നേർച്ചയാണ്. അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഈ വരുന്ന ഈ മേക്കപ്പ് ഇട്ടിട്ട് ഇതുപോലെ വിളക്കെടുക്കുന്ന എല്ലാവരും നേർച്ചയാണ്. ഒരു നേർച്ചയായിട്ടാണ് അവർ കൂട്ടുന്നത്. ഇത് വ്രതം നിന്നിട്ട് ഇന്നേ ദിവസം വന്ന് ഈ 24-25 ഇവിടുത്തെ വിളക്കെടുപ്പ് വന്നിട്ട് ഇതുപോലെ മേക്കപ്പൊക്കെ ചെയ്ത് വെളുപ്പാങ്കാലത്തെ സമയത്താണ് 2 മണിക്കാണ് 2 മണിയോടുകൂടിയാണ് വിളക്കെടുക്കുന്നത്. അവരുടെ ഓരോ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം ഒരു 8 വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് 2016 മുതൽ ഇവിടെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ട്. ഇത് ചോദിച്ചാൽ അതിനനുസരിച്ച് കൊച്ചു കുട്ടികൾ മുതൽ ഏകദേശം ഇപ്പം ഒരു 60-70 വയസ്സുള്ളവർ വരെ എടുക്കുന്നുണ്ട് വിളക്കെടുക്കുന്നുണ്ട്. അവരുടെ ഓരോ ടേസ്റ്റ് അനുസരിച്ചായിരിക്കും അവരുടെ മേക്കപ്പ് വരുന്നത്. ഇപ്പം പിന്നെ അവരുടെയൊക്കെ റെഫറൻസ് അനുസരിച്ച് അവർ ഏതെങ്കിലും ഒരു റെഫറൻസ് കൊണ്ടുവരും. ആ റെഫറൻസ് അനുസരിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യാതെ. പിന്നെ ചിലർ വിഗ് അവരുടെ ആ രീതിയിൽ വിഗ് വേണമെന്ന് പറയും. ചിലർക്ക് പിന്നെ അവരുടെ ആ സ്റ്റൈൽ, പിന്നെ നമ്മുടെ തന്നെ സ്റ്റൈൽ വേണമെന്ന് പറയുന്നവർക്ക് ആ രീതിയിൽ ചെയ്തു കൊടുക്കും. 1 മണിക്കൂറിനകത്ത് തരും. ഇത് 2 സെക്ഷനുണ്ട്. ഒന്ന് മറ്റേ മേക്കപ്പ്, പിന്നെ ഹെയർ വയ്ക്കണം, പിന്നെ കോസ്റ്റ്യൂമിങ്, പിന്നെ ലാസ്റ്റ് ഫുൾ ഔട്ടായിട്ട് ഒരാൾ പോകും. വേറെ എന്തെങ്കിലും? എൻ്റെ പേര് സിനിലാൽ എന്നാണ്. സ്ഥലം ചടയമംഗലമാണ്. വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വളരെ വർഷക്കാലം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇത് സതീഷ്. എത്ര നാളായിട്ട് ഞാനിതൊരു 6ാമത്തെ വർഷമാണ് വിളക്കെടുക്കുന്നത്. എന്താണ് ഇതിന് പിന്നിൽ സതീഷിന് അങ്ങനെ വീണ്ടും വന്നെടുക്കാൻ? ഇല്ല, ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഈ ദേവി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്ന എല്ലാ വർഷവും ഞാൻ വന്ന് വിളക്കെടുക്കാറുണ്ട്. ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് വ്രതം അങ്ങനെയൊക്കെയുള്ള? ഓഫ് കോഴ്സ് വ്രതമുണ്ട്. കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വ്രതം എടുക്കാൻ പറ്റാത്തവരുണ്ട്. ഞാൻ ജസ്റ്റ് 1 വീക്കായിട്ട് വ്രതത്തിലായിരുന്നു. വ്രതം എടുക്കണമല്ലോ, അതാണല്ലോ എൻ്റെ ശരി. ഇങ്ങനെ ഒരുങ്ങി വളരെ സുന്ദരിയായി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഒരു അസൂയ തോന്നാറുണ്ട്. ഉണ്ടായിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. സ്ത്രീകളൊക്കെ ഇങ്ങനെ നോക്കൂലേ? പിന്നെ തീർച്ചയായിട്ടും നോക്കാറുണ്ട്. അവരൊന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. നല്ല അഭിപ്രായങ്ങൾ, നല്ല കമൻറ്റ്സ് പറയാറുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ വർക്ക് ചെയ്യുന്നു, ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. സതീഷ്, പാലക്കാട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സുന്ദരികളായി ഒരുങ്ങി എവിടെ നിന്നൊക്കെയാ വരുന്നത്? എൻ്റെ സ്ഥലം തിരുവല്ല. ഞാൻ ആദ്യമായിട്ടാണ് വിളക്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാടുണ്ട്. അപ്പം 4-5 വർഷമായിട്ട് ആളെടുക്കുന്നുണ്ട്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു. അപ്പം ഞാനൊരു നേർച്ച ആഗ്രഹിച്ചു. എൻ്റെ അമ്മയെ സഹായിച്ചു തന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് എൻ്റെ കൂട്ടുകാരികളാണ് 2 പേരും. റോജ വിനോദ്. 4 ദിവസമായിട്ടുണ്ട്. 4 ദിവസം. ഞാൻ കന്യാകുമാരി. ശരിക്കും ഫേസ്ബുക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ട്.
യൂട്യൂബിലെയും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് ഈ വേഷം കെട്ടി ഇങ്ങനെ ഒരു വിളക്കെടുക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന സന്തോഷത്തെക്കുറിച്ച് പറയാം. ആ അമ്മയ്ക്കിട്ട് വേണ്ടിയതെല്ലാം നടക്കുന്നത് ഇത് കണ്ടി. നിങ്ങൾക്ക് ഒരു ഇതുമാതിരി ഏതാണ് നിങ്ങൾക്ക് ഒരു കമ്മിങ് ഫ്രം എറണാകുളം ഫോർത്ത് ടൈം. എന്ത് കാര്യം ആഗ്രഹിച്ചാലും അമ്മ നടത്തി തരുന്നുണ്ട്. അത് കാരണം പിന്നെ എടുക്കുന്നു. ഏകദേശം ഒരു 25,000 എബോവ് 2 days അത്രയും വരും. ടോട്ടൽ 25,000. തീർച്ചയായിട്ടും അതാണ് ഹൈലൈറ്റ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ദൈവം നടത്തി തരും. അത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ ആഗ്രഹങ്ങളായിട്ട് വന്ന് പറയുക, എടുക്കുക, സാധിച്ചു തരും. വിശ്വാസം 10-12 ദിവസം നോൻപെടുത്ത് ആ ഒരു വ്രതശുദ്ധിയോടുകൂടി വന്ന് വിളക്കെടുക്കുക, പോവുക, എല്ലാ കാര്യങ്ങളും.